ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയോടെ ഞങ്ങളുടെ ഇന്നത്തെ പാചകം തുടങ്ങുകയാണ്. കപ്പ മേടിച്ചിട്ടുണ്ട്. കപ്പയെന്ന് വെച്ചാൽ ചീനി, ഞങ്ങൾ കൊല്ലക്കാരൊക്കെ ചീനി എന്നാണ് പറയുന്നത്. അത് അരിഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ, കഴുകിയിട്ടൊന്നുമില്ല, ഫ്രഷ് ആക്കിയിട്ടില്ല. അപ്പോൾ തൈര്, പച്ചമുളക്, ഉള്ളിക്ക, ക്യാപ്സിക്കം, മുളക്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് ചാളയാണ്. കൊല്ലക്കാർ പറഞ്ഞ ചാളയെന്നാണ് പറയുന്നത്, മത്തിയെന്നും പറയും. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി നമ്മൾ പാചകം തുടങ്ങണം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. എൻ്റെ പഴയ ചാനൽ പോയി പുതിയ ചാനലാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മുടെ ചാള മത്തിക്കറിക്ക് ഉള്ള പരിപാടിയാണ്. ഉലുവായി എണ്ണയിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. പച്ചക്ക് ഒന്നിച്ചങ്ങ് ഇടുവാണ്. സവാള, തക്കാളി, കറിവേപ്പില, ഇത് മൊത്തം ഒന്നിച്ചിടുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. എൻ്റെ ആദ്യത്തെ ചാനൽ പോയി, ഈ ചാനൽ ഇപ്പോൾ രണ്ടാമത് എടുത്തതാണ്. എല്ലാവരും സപ്പോർട്ടും വേണം. ഇപ്പോൾ നമുക്ക് ചാള മീൻ കണ്ടിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ചാളയല്ല, മത്തിയെന്നും പറയാം, ചാളയെന്നും പറയാം. അപ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ചാൽ കാണാൻ, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചാള മീനാണ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ പുളിമുളകിൻ്റെ അരപ്പെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം. അടിപൊളിയായിട്ട് ഇതിന് വെള്ളരിക്കായിട്ട് വെള്ളക്കറി വെക്കണം. അതിനിപ്പോൾ വീഡിയോ എടുക്കാനുള്ള സമയമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ഞങ്ങളുടെ പാചകം ഇന്ന് ഓക്കെ ആയിട്ടുണ്ട്. ചീനി പിഴിഞ്ഞതുണ്ട്, ചീനി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും ഒക്കെ ആയി. പിന്നെ എന്താണ്, പുളിമുളക്, ചാള മത്തി കറിയോ പുളിമുളക് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വെള്ളരിക്കായിട്ടൊരു ഒഴിച്ചകറിയും കൂടെ വെക്കണം. അത് ഞാനിപ്പോൾ വീഡിയോസിൽ കാണിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.